നാം നാം തന്നെ ഇല്ലാതാക്കിയ വനങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം കൂടി വന്നതുകൊണ്ട് തന്നെ കുമുലോ നിംബസ് ക്ലൗഡുകൾക്കും വലിയ വ്യത്യാസമുണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേണിൽ വ്യത്യാസമുണ്ടാകുന്നു. മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു. കളമശ്ശേരിയിൽ മേഘവിസ്ഫോടനം ഉണ്ടായി. കളമശ്ശേരി ടൗണിലാണല്ലോ. സാധാരണ പർവ്വതങ്ങളിലൊക്കെയാണ് മേഘവിസ്ഫോടനം നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ എറണാകുളത്തിൻ്റെ അടുത്തുള്ള കളമശ്ശേരി ടൗണിൽ പിന്നെ മേഘവിസ്ഫോടനം ഉണ്ടായെന്ന് പറഞ്ഞത്. അത് ലഘുവിസ്ഫോടനം എന്നൊക്കെയാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. പക്ഷേ എന്തായാലും ഉണ്ടായി. അതുപോലെ തന്നെ ഇടുക്കിയിലും പല സ്ഥലങ്ങളിലും ഇതാ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെടുത്തി വലിയ മഴയാണ് അതിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ പെയ്യുന്നത്. മാത്രമല്ല മഴ ഇത്രയും വലിയ മഴ പെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള സാങ്കേതിക വിദ്യകളും വളരെ കുറവാണ്. നമുക്ക് IMDക്കൊക്കെ കുറേ മഴമാപിനികളും റെയിൻ ഗേജുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പല ഏജൻസികൾ പല രൂപത്തിൽ പല സമയത്താണ് മഴ എടുക്കുന്നത്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മഴയെ അളക്കുന്നു, പിന്നെ പല സ്ഥാപനങ്ങളും മഴ അളക്കുന്നു, പിന്നെ അതുപോലെ തന്നെ IMD മഴ അളക്കുന്നു, പലരും പല രൂപത്തിൽ മഴ അളക്കുന്നു. ഇതൊന്നും ഏകീകരിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് കൃത്യമായ വിവരം താഴേക്ക് പോകുന്നില്ല. പല സ്ഥലങ്ങളിലെ മഴമാപിനികൾ പ്രവർത്തിക്കുന്നില്ല, റെയിൻ ഗേജുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന വാർത്ത വന്നിട്ട് എത്രയോ കാലമായി. ഇടുക്കിയുടെയും അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിലൊക്കെ എത്ര മഴയാണ് പെയ്യുന്നതെന്നും എത്ര വെള്ളമാണ് ഒഴുകി ഓരോ മിനിറ്റിലും സെക്കൻഡിലും ആ ഡാമിൽ എത്തുന്നതെന്ന് അറിയാനുള്ള ഒരു സാങ്കേതിക വിദ്യയും നമ്മൾ വികസിപ്പിക്കുന്നില്ല. AI കാലത്ത് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ ഡാമുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നാം എത്ര കണ്ട് സജ്ജരായി എന്ന് ചോദിച്ചാൽ നമ്മൾ വാചകമടിച്ച് വലിയ ഡയലോഗ് അടിച്ച് വലിയ രൂപത്തിലാണ് നമ്മൾ വർത്തമാനം പറയുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് ഡോക്യുമെൻ്റുകൾ ഉണ്ടാക്കി ആ ഡോക്യുമെൻ്റുകൾ ഒരു മനുഷ്യന് കൊടുക്കത്തില്ല. പരമാവധി ഡോക്യുമെൻ്റ് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. ഇംഗ്ലീഷിൽ ഡോക്യുമെൻ്റ് ഉണ്ടായാൽ ഒരു മനുഷ്യന് കൊടുക്കത്തില്ല. ഒരു കാര്യവുമില്ല എന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കും ഇതൊക്കെ മതി. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഭരണാധികാരികളിൽ നിന്ന് പരമാവധി പിടിച്ചു വാങ്ങുന്നത് എങ്ങനെ? അതിന് ജാതിയെയും മതത്തെയും വർഗത്തെയും വർണ്ണത്തെയും രാഷ്ട്രീയത്തെ പല കഷണങ്ങളായി നിർത്തി ഒരുപാട് ഗ്രൂപ്പ് മാനേജർമാരും ഒക്കെ ഉണ്ടായി എങ്ങനെയും അധികാരം പിടിച്ചു പറ്റി സമ്പത്തടിച്ചുകൊണ്ട് പോകണം, നമുക്ക് കിട്ടണം പണം എന്ന് പറഞ്ഞ് ജനങ്ങൾ നിൽക്കുന്നു. അതിനപ്പുറം നമ്മുടെ നാട്ടിലെ മഴ മാറുന്ന കഥ, മഴയുടെ പാറ്റേണിൽ ഉണ്ടാകുന്ന കഥ, 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ മാത്രം മഴത്തുള്ളികൾക്ക് കനമുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് അത് 4 മില്ലിമീറ്റർ ആകുന്നുവെന്ന് മഴയുടെ IMD ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ട് മാസങ്ങളിലും വർഷങ്ങളും എത്രയായി.